ഡോക്ടർ ഹർഷ പോൾ, ആയുപ്രകാശ് വൈദ്യശാല. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോയിഡുമായി സംബന്ധിച്ച് വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ടാണ്. മെയിനായിട്ട് നമുക്ക് എങ്ങനെയാണ് തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് വരുന്നത് നമുക്ക് നോക്കാം. അതായത് രോഗിയുടെ വിദാഹിത്വം മൂലം, അതായത് അസിഡിറ്റി മൂലം നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും, എന്താ പറയുക, പുളിച്ച് തേക്കട്ടിൽ, അങ്ങനെ അമ്ലപ്പിത്തം എന്ന് പറയും ആ കണ്ടീഷൻ, അഥവാ അസിഡിറ്റി എന്ന് പറയും ഉണ്ടാവുന്നു. അതുമൂലം നമ്മുടെ പചന വ്യൂഹത്തിലെ മ്യൂക്കസ് മെംബ്രെയിനിന് നാശം സംഭവിക്കുന്നു. അങ്ങനെ നാശം സംഭവിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള എന്താ പറയുക മാഗ്നീഷ്യം, അയോഡിൻ തുടങ്ങിയ ഇലക്ട്രോലൈറ്റ്സ് ആഗിരണം ചെയ്യാൻ ബോഡിക്ക് പറ്റാണ്ടാവും, ശരീരത്തിന് പറ്റാണ്ടാവും. അങ്ങനെ അയോഡിൻ്റെ ആഗിരണം തടസ്സപ്പെടുമ്പോൾ എന്തുണ്ടാവും, തൈറോയിഡിൻ്റെ നോർമൽ ആയിട്ടുള്ള ഹോർമോൺസ് ശരിയായ രീതിയിലുള്ള പ്രൊഡക്ഷൻ തടസ്സപ്പെടും. അങ്ങനെയാണ് നമുക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്, അതായത് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം തുടങ്ങിയവ. മാത്രമല്ല, ഈ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലം തൈറോയിഡ് ടിഷ്യൂ വലുതാകുന്നു. ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തെയാണ്, ഇത് നമ്മുടെ മെറ്റബോളിസത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നു. മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എനർജി ലെവല്, കലോറീസ് ഒക്കെ ശരീരം എങ്ങനെ യൂസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ശരീരത്തിന് എന്താ പറയുക നറിഷ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഡൈജഷൻ സിസ്റ്റത്തെ, നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നതും ശരീരത്തിലത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അത് പിടിക്കുന്നു, ആ കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, നമ്മുടെ സ്കിന്നും ബോണും തമ്മിലുള്ള മെയിൻറ്റെയിൻസ്, അതായത് നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങൾ, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും, ചില സമയങ്ങളിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡെഡ് ആയിട്ടുള്ള സെല്ലിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നഖത്തിൻ്റെ ഹെൽത്ത്, നഖത്തിലുണ്ടാകുന്ന പൊട്ടൽ, നഖം പൊട്ടി പോകുന്ന അങ്ങനത്തെ അവസ്ഥയും തൈറോയിഡിൻ്റെ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൂടാതെ വരുന്ന വേറൊരു ഫങ്ഷനാണ് അങ്ങനെ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ശോധന, വയറ്റിൽ നിന്ന് ശോധനയും കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്നതിനും തൈറോയ്ഡ് ഗ്ലാൻഡ് സ്വാധീനിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ ബാലൻസ് ആവുന്നതിനും കറക്റ്റായിട്ട് തൈറോയ്ഡ് ഫങ്ഷൻ ചെയ്യുന്നതിനും ഉതകുന്ന ഔഷധക്രമങ്ങളും ചികിത്സാ രീതികളും ഇവിടെ ലഭ്യമാണ്. നന്ദി, നമസ്കാരം.